ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു ചേന തോരൻ എങ്ങനെ വെക്കാമെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചേന കൊണ്ട് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സാധാരണ നമ്മൾ തീയിൽ വെക്കാറുണ്ട്, മെഴുക്ക് വറ്റാണ്, അതൊക്കെ ടേസ്റ്റിയാണ്. പക്ഷെ അതുപോലെ വളരെ ടേസ്റ്റിയും ഇതൊക്കെ വെക്കുന്നതിനേക്കാളും വേറെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ് ചേനത്തോരൻ. അതും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വെക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുവാണ്. അപ്പം നമുക്കിത് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കണം. ഞാനിവിടെ നമ്മുടെ ചേന അതായത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് തീരെ കുഞ്ഞാക്കേണ്ടത് ഇതുപോലെ ഇങ്ങനത്തെ സ്ക്വയർ പീസസ് ആയിട്ട് സ്ക്വയറിൽ ക്യൂബായിട്ട് നമ്മൾ കണ്ടിച്ചെടുക്കുക. എന്നിട്ട് ചേനയിൽ അപ്പം നമ്മൾ ഒരു വെള്ളം കൂടെ കഴുകാൻ പോവാണ്. ഇവിടെ ചേന ഞാൻ 2 വെള്ളം കഴുകി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും 2 വെള്ളം കഴുകിയെടുക്കണം. അപ്പം നമ്മൾ വളരെ സൂത്രപ്പണിയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കാരണം ഇതിന് ഇച്ചിരി കളർ വേണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ഞാൻ ജീരകം പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ നുറുക്കിയിടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഈ ചേനയിലോട്ട് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇത് വെച്ച് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് നുറുക്കിയിടുക. കഴുകി വെച്ചേക്കുന്ന ചേനയിലോട്ട് ഞാനിത് ഇട്ട് കൊടുക്കണം. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക, കാരണം നമുക്ക് ചേന ഒന്ന് വെന്ത് കിട്ടണം. ഇത്രയും മതിയാവും, കൂടി പോകണ്ട. കഷ്ണങ്ങൾ നമുക്ക് പുറത്ത് കാണത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, എങ്കിൽ ചേന നമുക്കറിയാം വേഗം വെന്ത് കുഴഞ്ഞു പോകുന്ന സാധനമാണ്. നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ഒരു മണത്തിലുണ്ട്. കറിവേപ്പില നമ്മളല്ലാതെ ഇടുന്നുണ്ട്, അതുകൊണ്ട് കഴുകി വെച്ചേക്കുന്ന കറിവേപ്പിലാണ്. അപ്പം ഞാനിതൊന്ന് മുറുക്കിയിട്ട് കൊടുക്കുവാണ്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്, ഞാനിവിടെ ഒരു ചെറിയ സവോള അല്ലെങ്കിൽ ഒരു വലിയ സവോളയുടെ പകുതി എടുക്കാം. അതിന് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളകും ഇച്ചിരി കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് വഴറ്റി നമുക്ക് പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാനാണ്. അപ്പോൾ നമുക്ക് വേവിക്കാം. നമ്മുടെ ചേന ഇതന്നെ എത്ര പെട്ടെന്ന് വെന്ത് വരുന്നത്. നമുക്കിനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. വളരെ പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഉപ്പൊക്കെ കണക്കിലുണ്ട്. ഞാൻ കഷ്ണം ഒന്ന് വെന്തോ നോക്കണം. നമുക്കൊന്ന് ഒത്തിരി അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല. ഇതുണ്ടോ, നമ്മളെ ഞെക്കുമ്പോൾ അത് ഞെങ്ങി വരുന്നു. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കടുക് ഇച്ചിരി ഏറെ ഇട്ടാൽ നല്ലതായിരിക്കും. കടുക് പൊട്ടുമ്പോൾ ഞാനിവിടെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഒരു ചെറിയ സവാള, വലുതാണെങ്കിൽ പകുതി മതിയാവും. ഇതൊന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. ഒരു ബ്രൗണിഷ് കളർ വരാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്യുക, ഈ വേവിച്ച് വെച്ചേക്കുന്ന ഇതിനങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി ഇതിൽ പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇച്ചിരി ഗരം മസാല. അതിടാൻ മറക്കരുത്. ഒരു നല്ല മണം കിട്ടും. നമുക്ക് വിളമ്പുമ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ തോരൻ വെച്ചതുപോലത്തെ ഒരു മണമാണ്. അത് ഇടാൻ മറക്കരുത്. ഒത്തിരി വേണ്ട, വളരെ കുറച്ച് തേണ്ട. ഞാനൊരു പിഞ്ച്, ഇതൊരു ടീസ്പൂണാണ്, അതിൻ്റെ ഒരു ഇച്ചിരി ഒരു തുമ്പിൽ ഒരു പിഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അത്ര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് തോഴ്ത്തിയെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി ചേനത്തോരൻ റെഡി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ. അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.